നമ്മൾ ഇനീഷ്യലി ബിരിയാണിയുടെ ഒരു ഒറിജിൻ, ആ ഒരു വേർഡ് എവിടെ നിന്ന് വരുന്നതെന്ന് തേടിപ്പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പേർഷ്യൻ ഒറിജിൻ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. വെച്ചാൽ ബിരിയാണി എന്നുള്ള വേർഡ് ബിരിയാൻ എന്നുള്ള ഒരു പേർഷ്യൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറയുന്നത്. ബിരിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫ്രൈ. വെച്ചാൽ ഇനീഷ്യലി ബിരിയാണി നമ്മൾ കുക്ക് ചെയ്യുമ്പം ചെറിയൊരു ഫ്രൈയിങ് പ്രോസസ്സ് അതിലെപ്പോഴും നടക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഒനിയനെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യും. ബിരിയാണിയുടെ കേരള ബിരിയാണിയിലാണെങ്കിൽ നമ്മൾ ഫ്രൈഡ് ഒനിയൻ മുകളിൽ ഉപയോഗിക്കും. മറ്റുള്ള ഇന്ത്യൻ ബിരിയാണിയിൽ ബിരിഷ്ത എന്ന് പറഞ്ഞിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ബിരിഷ്ത എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഒനിയനാണ്. അത് ചിക്കൻ മസാലയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രൈഡ് ഒനിയനും കൂടി അതിലിട്ട് മിക്സ് ചെയ്ത് മറിനേറ്റ് ചെയ്ത് വെക്കും. ആ ഒരു ഇതിൽ ഒനിയൻ ആഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ആ ഒരു രീതിയിൽ ബിരിയാണി എന്നുള്ള വേർഡിന് നമ്മൾക്കൊരു ഒറിജിൻ നമ്മൾക്ക് സങ്കല്പിക്കാം. ബിരിയാണി എവിടെ പെർഫെക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ തേടിപ്പോവാണെങ്കിൽ വേണമെങ്കിൽ ഇത് ഒരുപാട് ഹിസ്റ്ററി നമ്മൾക്ക് പോവാം. വേണമെങ്കിൽ ഇത് കുറേ കൂടി ആധികാരികമായി നമ്മൾക്ക് പറയുകയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ മുഗൾ കിച്ചണുകളിൽ പെർഫെക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവമായി ബിരിയാണി നമ്മൾ വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്താണ് മുഗളായി ബിരിയാണി. നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഡൽഹിയും അവധിയൊക്കെ ഏകദേശം ഓരോ ടൈപ്പ് ബിരിയാണിയാണ്. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് 2 തരത്തിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇപ്പോഴുള്ള നമ്മൾ ഈ പറയുന്ന മുഗളായി ബിരിയാണിയായിട്ട് ഏറ്റവും അടുത്തുള്ള ബിരിയാണിയാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഡൽഹിയിൽ 2 ടൈപ്സ് ഓഫ് ബിരിയാണി നമ്മൾ കിട്ടും. ഒന്നൊരു നോർമലായിട്ടുള്ളൊരു ബിരിയാണി, പിന്നെ വരുന്നത് അച്ചാരി ബിരിയാണി. അതിലൊരു അച്ചാർ ആഡ് ചെയ്യും. അതൊരു പെക്യുലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് പേഴ്സണലായിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ചില ആൾക്കാർ അത് പ്രിഫർ ചെയ്യും. പിന്നെ 1 മോർ ടൈപ്പ് ഓഫ് ബിരിയാണി ഡൽഹിയിലുള്ളത് മൊറാദാബാദി ബിരിയാണിയാണ്. അതും മുഗളായി ബിരിയാണിയുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ഒരു വൈറ്റ് ഒരു പുലാവ് പോലെ, കാണാനൊരു പുലാവ് പോലെ ആയിരിക്കും. മസാല ഉണ്ടാവില്ല, മിക്കവാറും വൈറ്റ് റൈസ് ആയിരിക്കും. പച്ചമുളക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഒരു രുചികരമായൊരു ബിരിയാണിയാണ്. പിന്നെ നമ്മൾ തുടക്കം മുഗൾ കിച്ചണിലാണെങ്കിലും ബിരിയാണിനെ പെർഫെക്റ്റ് ചെയ്ത് ഹൈദരാബാദികളാണ്. പാകിസ്ഥാനിലെ ഹൈദരാബാദികളല്ല, ഇന്ത്യയിലെ ഹൈദരാബാദികൾ. ഇപ്പോൾ വേൾഡിലെ നമ്പർ 1 ബിരിയാണി ഹൈദരാബാദി ബിരിയാണിയാണ്. നമ്മൾക്കത് വളരെ ഉറപ്പോടെ കൂടി പറയാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരുപാട് തരത്തിലുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഫുഡ് ക്രിറ്റിക്സിൻ്റെ അഭിപ്രായങ്ങൾ തേടിപ്പോയി കഴിഞ്ഞാലും ഹൈദരാബാദി ബിരിയാണിയുടെ അത് താഴെ തന്നെ ഇരിക്കും. പിന്നെ ഇനി മറ്റുള്ള ബിരിയാണികളിലേക്ക് പോകുകയാണെങ്കിൽ ഡൽഹിക്ക് അടുത്ത് തന്നെ നമ്മൾ പിന്നെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ യു പിയിൽ അവധി ക്യുസിൻ. ഈ ഫുഡ് ഈ പറയുന്ന ബിരിയാണികൾക്ക് ഉത്ഭവിക്കാൻ റീസൺ ആകുന്നത് ഔറംഗസേബ് 1707 മരിക്കുന്നത്. ഹി വാസ് ദി ലാസ്റ്റ് ഗ്രേറ്റ് മുഗൾ എംപയർ. അതിനുശേഷം മുഗൾ ഭരണത്തിന് ശോഷണം സംഭവിക്കും. ആ ശോഷണം സംഭവിക്കുന്ന സമയത്ത് ഓരോ ദേശരാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ ഇങ്ങനെ നമ്മൾക്ക് ദേശഭരണകൂടം നമ്മൾക്കിങ്ങനെ ഉത്ഭവപ്പെടുന്ന കാണാം. യു പിൻ്റെ സൈഡിൽ അവധ്, താഴെ നമ്മളുടെ നൈസാം ഹൈദരാബാദിലെ നൈസാം എംപയർ, പിന്നെ ചെന്നൈ സൈഡിലാണെങ്കിൽ ആർക്കോട്ട് കിങ്സ്. അതൊക്കെ മുസ്ലിം ഭരണകൂടം തന്നെയാണ്. പക്ഷെ അത് മുഗൾ ഭരണം ക്ഷയിച്ചതിന് ശേഷം ഉത്ഭവിച്ചു വന്ന ഭരണ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെയും അവരുടേതായ ഒരു വേർഷൻ ബിരിയാണി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ അവധി ക്യുസീനിലൊരു അവധി ബിരിയാണി ഉണ്ട്. ലക്നൗ സെൻട്രഡ് ആണ് ബിരിയാണി. അതുപോലെ തന്നെ കൽക്കത്തയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കൽക്കത്ത സ്റ്റൈൽ ഒരു മുഗളായി ബിരിയാണി ഉണ്ട്. അതിൻ്റെ ഏറ്റവും പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്. നമ്മൾ ഇറച്ചിയുടെ അത്ര തന്നെ സൈസിലൊരു ഉരുളക്കിഴങ്ങ് അതിലുണ്ടാവും. അതിന് ഇറച്ചിൻ്റെ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ ഉരുളക്കിഴങ്ങ് പാചകം ചെയ്യുന്നത് ഇറച്ചി വേവിച്ച ആ ഒരു യക്കിനി എന്ന് പറയും. ഇറച്ചി വേവിച്ച ഇറച്ചിൻ്റെ സത്ത് മൊത്തം ആ ഒരു സൂപ്പിൽ വരില്ല, ഒരു വെള്ളത്തിൽ. ആ വെള്ളത്തിലാണ് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിക്കുക. അന്നേരം ഉരുളക്കിഴങ്ങ് ഇറച്ചിൻ്റെ അതേ ടേസ്റ്റ് വരും. അതാണ് കൊൽക്കത്ത ബിരിയാണി. അതിൻ്റെ തന്നെ ഒരു വേർഷൻ നമ്മൾക്ക് ബംഗ്ലാദേശിലും നമ്മൾക്ക് അതിൻ്റെ വേറൊരു വേർഷൻ നമ്മൾക്ക് കിട്ടും. പിന്നെ നമ്മൾ നോർത്തിൽ തന്നെ ഇപ്പോൾ വലത്തോട്ട് പോയി, ഇനി ഇടത്തോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയാണ് സിന്ധ് പ്രവിശ്യയിൽ നമ്മൾക്കൊരു സിന്ധി ബിരിയാണി ഉണ്ട്. അതിൻ്റെ തന്നെ ഒരു ഇതിൽ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന ബിരിയാണിയാണ് നമ്മളുടെ ലഹോരി അല്ല, കറാച്ചി ബിരിയാണി. കറാച്ചിയിൽ നമ്മൾ ലിയാരി ബിരിയാണി എന്നൊക്കെ പറയും. അത് വളരെ പെക്യുലർ ആയിട്ടുള്ള ബിരിയാണി. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, വെറുതെ പേര് പറഞ്ഞു പോവാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിൽ നമ്മൾക്ക് ഗുജറാത്തി കച്ചി മേമൻ
അതൊരു ബിസിനസ് കമ്മ്യൂണിറ്റി, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റീസ് കൊണ്ടുവന്നൊരു ബിരിയാണി ഉണ്ട്, മേമൻ ബിരിയാണി. അതുപോലെ തന്നെ നമ്മൾ ബൊഹറകൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും താമസിക്കുന്ന ഒരു തരം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ബൊഹരി ബിരിയാണി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതൊക്കെ ഈ മുഗളായിൻ്റെ ചെറിയ ചെറിയ വേരിയേഷനിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ ബിരിയാണിയാണ്. പിന്നെ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ നമ്മൾക്ക് കല്യാൺ എന്നൊക്കെ പറഞ്ഞ ഏരിയ ഉണ്ട്. അവിടെ ബീഫ് ബേസ്ഡ് ആയിട്ടുള്ള ബിരിയാണീസ്, ഒരു കല്യാണി ബിരിയാണി നമ്മൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പിന്നെയും താഴോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈദരാബാദ് ബിരിയാണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചേ ഗോസ്കി ബിരിയാണി എന്ന് പറയും. കച്ചേ ഗോസ്കി ദം ബിരിയാണി എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്താ, ഇറച്ചി വേവിക്കുക, ചോറുണ്ടാക്കുക, അത് രണ്ടും കൂടി ഒരുമിച്ച് ദമ്മിടുക. ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ദമ്മിടുന്ന സമയത്ത് ഇറച്ചി വെന്തിട്ടുണ്ടാവില്ല. ഇറച്ചി ഇനീഷ്യലി നമ്മളതിൽ മറിനേഷൻ പ്രോസസ്സ് ഒരു 4 മുതൽ 12 മണിക്കൂർ വരെ വെക്കുക. മറിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ പകുതി വന്ന ചോറ് ഇതിലിടും. എന്നിട്ട് ഒരുമിച്ച് ഒരു 10-25 മിനിറ്റ് ദമ്മിടും. ഡയറക്റ്റ് കച്ച എന്ന് പറഞ്ഞാൽ പച്ചായ ഇറച്ചി ഹാഫ് വന്ന ചോറിൻ്റെ കൂടെ ദമ്മിട്ടിട്ടുണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ടാണ് കച്ചി ഗോസ്കി ബിരിയാണി എന്ന് പറഞ്ഞിട്ട്, പച്ച ഇറച്ചിയുടെ ബിരിയാണി. അതാണ് ഹൈദരാബാദ് ബിരിയാണി. പിന്നെ ഹൈദരാബാദ് പറഞ്ഞു. ഇനി നമ്മൾ കർണാടകത്തിലേക്ക് പോവാം. കർണാടകത്തിൽ പോകണമെങ്കിൽ ഏറ്റവും ബിരിയാണിയുടെ ഇമ്പോർട്ടൻറ്റ് മുകളിൽ നിന്ന് വരികയാണെങ്കിൽ ഭട്കൽ ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അവിടെയുള്ള ഭട്കലി ബിരിയാണി, ഭട്കലിൽ 2 തരം ബിരിയാണി ഉണ്ട്. അതിൽ ഒരു തരം ബിരിയാണി നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല, ഷയ്യ ബിരിയാണി എന്ന് പറയും. ഷയ്യ ബിരിയാണി എന്ന് പറഞ്ഞാൽ വെർമിച്ചെല്ലി, നമ്മൾ സേമിയയില്ലേ, സേമിയത്തിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ബിരിയാണിയാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഭട്കലിൽ നിന്നല്ല കഴിച്ചത്, ഹൈദരാബാദിൽ നിന്നായിരുന്നു. സ്റ്റിൽ ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് ബിരിയാണി. ഇനി നമ്മൾ കർണാടകയിൽ തന്നെ ബാംഗ്ലൂരിലേക്ക് വരികയാണെങ്കിൽ വേണമെങ്കിൽ നോൺ മുസ്ലിം ഇൻഫ്ലുവൻസ്ഡ് ബിരിയാണികളിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. അത് വേണമെങ്കിൽ ബേസ് മുസ്ലിം ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഒരു മുഗൾ ഭരണകൂടത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സ്റ്റിൽ ഈ ഒരു ബിരിയാണി ഉരുത്തിരിഞ്ഞ് വന്നൊരു മറാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ബിരിയാണിയാണ് ഡൊണ്ണ ബിരിയാണി എന്ന് പറയും. അതൊരു കാണുമ്പോൾ ഒരു ഗ്രീനിഷ് ഒരു റൈസാണ് ഉണ്ടായാലും, പക്ഷേ വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള, ഞാൻ കഴിച്ചിട്ടുണ്ട്, വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഡൊണ്ണ ബിരിയാണി. അത് ബാംഗ്ലൂരിൽ നമ്മൾക്ക് ലഭിക്കുന്നൊരു ബിരിയാണിയാണ്. പിന്നെ കർണാടകത്തിൽ നമ്മൾക്ക് പിന്നെ സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാംഗ്ലൂരിലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ബ്യാരി. അവരുടെ ഒരു ബിരിയാണി ഉണ്ട്, ബ്യാരി ബിരിയാണി. അതിലുള്ള പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ബിരിയാണിയിലും കോക്കനട്ട് നമ്മൾ ആഡ് ചെയ്യൂല. കോക്കനട്ട് ആഡ് ചെയ്യാതെയാണ് ബാക്കിയുള്ള ബിരിയാണികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ചില ഷെഫ് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ ഒരു ഒഫീഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അധികം കോക്കനട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല ബിരിയാണിയിൽ. പക്ഷേ ഈ മാംഗ്ലൂർ ബിരിയാണിയിൽ കോക്കനട്ടിൻ്റെ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കോക്കനട്ട് പ്ലസ് കാഷ്യൂ പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ മസാലയിൽ മാംഗ്ലൂർ ബിരിയാണിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പം കർണാടകയിൽ നിന്ന് ഇനി നമ്മൾക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം. തമിഴ്നാട്ടിലേക്ക് പോകുമ്പം അവിടെ ഒരു ബിരിയാണി ബെൽറ്റ് തന്നെയുണ്ട്. ആ ബിരിയാണി ബെൽറ്റ് ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആർക്കോട്ട് രാജാവ്, ആർക്കോട്ട് കിങ്ഡം തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടാകുമ്പം അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കുറേ ബിരിയാണികളാണ് പറയാൻ ഞാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ഹൈവേസിൽ നമ്മൾക്ക് നിർത്തി ഈ ബിരിയാണി ബെൽറ്റ് നമ്മൾക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്കൊരു ബിരിയാണി ബെൽറ്റ് തന്നെയുണ്ട്. നിങ്ങളിപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിർത്തി ഈ ഏരിയകളൊക്കെ ബിരിയാണി കഴിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഡിണ്ടിഗുൾ എന്നുള്ളൊരു ടൈപ്പ് ബിരിയാണി, ഡിണ്ടിഗുൾ തലപ്പക്കാട്ടി ബിരിയാണി, ചെന്നൈയിൽ നിന്ന് ഫേമസ് ആയ ബിരിയാണി അത്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആമ്പൂർ, വാണിയമ്പാടി, ഇതൊക്കെ നമ്മൾ ചെന്നൈയിൽ ലഭിക്കുന്ന ബിരിയാണിയുടെ വെറൈറ്റീസാണ്. ചെന്നൈയിൽ ജനറലി ബിരിയാണി ഉണ്ടാക്കൽ ചിക്കൻ വേവിച്ച്, ഇറച്ചി വേവിച്ച് എന്നതിലുപരി ചെന്നൈയിൽ നമ്മൾ ഈ ഒരു ബിരിയാണികളൊക്കെ ഉള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇറച്ചി വേവിച്ച് അതിൻ്റെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ ആ രസത്തിലുള്ള യക്കിനി അതിൽ തന്നെ റൈസ് ഇട്ട് പ്രിപ്പയർ ചെയ്യുന്ന പരിപാടിയാണ്. അന്നേരം ഈ റൈസിൽ മൊത്തം ഫ്ലേവർ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരു കാണുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല, പക്ഷേ റൈസിൽ നിറച്ച് ഫ്ലേവർ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഈ ഒരു ചെന്നൈ സ്റ്റൈൽ ബിരിയാണി പൊതുവെ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ചെന്നൈയിൽ നിന്ന് ഇനി നമ്മളുടെ കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കേരളത്തിലും നമ്മൾക്ക് പലതരം ബിരിയാണി കാണാൻ വേണ്ടി പറ്റും. കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ മലബാർ ബിരിയാണിയിൽ തന്നെ നമുക്ക് വേരിയേഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്.
അപ്പോൾ തലശ്ശേരിയിലുള്ള ബിരിയാണി അല്ല കോഴിക്കോട് ഉണ്ടാക്കുന്നത്. കോഴിക്കോട് ബിരിയാണി ആണെങ്കിൽ മെയിനായിട്ട് ലഗോൺ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ബ്രോയിലർ ചിക്കനേക്കാളും ലഗോൺ ചിക്കനാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ഇനീഷ്യലി തന്നെ അവർ ചിക്കനും ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് മസാലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ച് എന്നിട്ടാണ് അവർ വേവിക്കുക. അങ്ങനെയുള്ളൊരു പ്രൊസീജിയറാണ് ഈ കോഴിക്കോട് അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണിക്കും ഈ ഒരു പ്രൊസീജിയറിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ കൂടി നമ്മളുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ മുതലൊരു കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ അവിടത്തേക്ക് വരെയുള്ള വേറെ സ്റ്റൈൽ നമ്മൾ ചിക്കൻ ഇനീഷ്യലി ഫ്രൈ ചെയ്ത് പിന്നെ അത് മസാലയാക്കി പിന്നെയാണ് ദമ്മിടുന്നത്. നമ്മൾ സെയിം മലബാർ ഏരിയയിൽ തന്നെയുള്ള പല ബിരിയാണികളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാടിൽ നമ്മൾക്ക് അവിടെയുള്ളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു തരം ബിരിയാണി പാലക്കാട് അവൈലബിൾ ആണ്. പിന്നെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സ്റ്റൈൽ ബിരിയാണിയാണ്. അവർ നമ്മളെ കൈമ റൈസിൽ ഉപയോഗിക്കുന്നത്. കൈമ റൈസാണ് മലബാർ ബിരിയാണിയിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ട്രിവാൻഡ്രം ബിരിയാണിയിൽ ലോങ് റൈസ് നീളമുള്ള അരിയാണ് അവർ ഉപയോഗിക്കുന്നത്.